സ്പോർട്സ് കൗൺസിലിന്റെ ചില വഴിവിട്ട നിയമനങ്ങളും തീരുമാനങ്ങളും ചോദ്യം ചെയ്തതാണ് വിവാദത്തിനിടയാക്കിയതെന്ന സൂചനയാണ് ഇ.പി. ജയരാജൻ നൽകുന്നത്. അഞ്ജുവിന്റെ വിമാനയാത്രാ ചെലവ് വഹിക്കാനുള്ള കൗൺസിൽ തീരുമാനവും സഹോദരൻ അജിത് മാർക്കോസിന്റെ നിയമനവും അഴിമതിയാണെന്നാണ് സർക്കാർ വിലയിരുത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സർക്കാരിനോടുകൂടി ആലോചിക്കേണ്ടിയിരുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് ടി.കെ. ഇബ്രാഹിംകുട്ടിയോടും ഇതെല്ലാം താങ്കൾക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്ന് പ്രസിഡന്റ് അഞ്ജുവിനോടും പറഞ്ഞു. എന്നാൽ കൂടിക്കാഴ്ച കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം മന്ത്രി ശാസിച്ചതായ വാർത്ത വന്നതിൽ അഴിമതിക്കാരുടെ താൽപര്യങ്ങളാണെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം താൻ ചുമതല ഏറ്റെടുത്ത 6 മാസക്കാലത്താണ് സ്പോർട്സ് കൗൺസിലിൽ അഴിമതി നടന്നതെന്ന് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അഞ്ജു ബോബി ജോർജ് മന്ത്രിക്കയച്ച കത്തിൽ പറയുന്നു. കായികരംഗത്തെ കഴിഞ്ഞ 10 വർഷത്തെ നിയമനങ്ങളും പ്രവർത്തനങ്ങളും പരിശോധിക്കണം. സഹോദരന്റെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും അഞ്ജു തുറന്ന കത്തിൽ പറയുന്നു. LDF കാലത്തെ സ്പോർട്സ് ലോട്ടറിയിൽ ക്രമക്കേട് നടന്നതായും അവർ ആരോപിക്കുന്നു. കായികരംഗത്തെ എല്ലാ നിയമനങ്ങളും PSCക്ക് വിടണമെന്നും അഞ്ജു ആവശ്യപ്പെട്ടു. അതിനിടെ മുൻ സ്പോർട്സ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ടി.പി. ദാസനെ പ്രസിഡന്റാക്കാനാണ് ആലോചന. അഞ്ജുവിന്റെ സഹോദരൻ അജിത്തിന്റെ നിയമനം ഉൾപ്പെടെ അനധികൃത നിയമനങ്ങൾ പുനഃപരിശോധിക്കാൻ നടപടി ഉടനുണ്ടാകും. മീഡിയ 1 തിരുവനന്തപുരം.